ഞാൻ ശ്രീത് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ പിണറായി വിജയൻ വളരെ ഐഡിയലായിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാണ് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ പിണറായി വിജയനെ നോക്കിക്കാണുന്നത്? പിണറായി വിജയൻ കേരളത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ഏറ്റവും പ്രബലനായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളോട് നമുക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല, അദ്ദേഹത്തിൻ്റെ നയങ്ങളോട് താല്പര്യം ഉണ്ടാവില്ല, അദ്ദേഹത്തിൻ്റെ പബ്ലിക് കണ്ടക്റ്റിനോട് നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ എന്ന് കരുതി അദ്ദേഹം അനിഷേധ്യനായിട്ടുള്ള ജനകീയ പിന്തുണയുള്ള ഒരു നേതാവാണ്. 2 ടേമിൽ അടുപ്പിച്ച് 10 വർഷം തുടർച്ചയായിട്ട് ജനങ്ങളുടെ മാൻഡേറ്റ് കിട്ടിയ ആളാണ്. 10 വർഷം കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു 5 വർഷം അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ പേരിൽ തന്നെ കിട്ടാനുള്ള സാധ്യതയെ പൂർണ്ണമായിട്ട് ആരും തള്ളി പറയുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ആരോപണം, അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ ആരോപണം, അദ്ദേഹത്തിൻ്റെ മകനെതിരെ ആരോപണം, കുടുംബത്തിനെതിരെ മൊത്തത്തിൽ ആരോപണം, എല്ലാവർക്കും എതിരെ, കുടുംബത്തിലുള്ള ആൾക്കാർക്കെതിരെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ആരോപണം ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടായതിനു ശേഷവും 10 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സാധ്യതകളെ പൂർണ്ണമായിട്ട് ആരും തള്ളിപ്പറയുന്നില്ല എന്ന് പറയുമ്പോൾ എവിടെയൊക്കെയോ ആൾക്കാരെ ടച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹവും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം ഭയങ്കര ഒരു വളരെ മൃദു സ്വഭാവം അദ്ദേഹത്തിനില്ല എന്ന രീതിയിലത്തേക്കൊരു സംഭവമുണ്ട്, കാർക്കശ്യമുണ്ട് എന്നൊരു കാര്യമുണ്ട്, കടക്ക് പുറത്ത് തുടങ്ങിയ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്, പല ആൾക്കാരോടും ഉപയോഗിക്കാൻ പാടില്ലാത്ത പദങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ സ്റ്റിൽ നിങ്ങളൊരു നേതാവാണ്. ഇവിടെ തുടർച്ചയായിട്ട് 2 ടേം ഇന്നത്തെ കാലത്ത് ഇത്രയും ഡൈനാമിക്കായിട്ടുള്ള പൊളിറ്റിക്സ് ഉള്ള സമയത്ത് കിട്ടിയിരിക്കുന്ന ഒരാളാണെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റിയിൽ ഒരു ഡൗട്ടും ഇല്ല.